ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലുള്ള ധാരണയുടെ ഭാഗമായാണ് എ.എ.പി നേതാക്കളെ ജയിലിലടച്ചതെന്ന് മന്ത്രി എം.പി രാജേഷ്. ഡൽഹി മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കള്ളക്കേസിൽ കുടുക്കുകയാണ് ചെയ്തത്. കേരളത്തിലും ഇത്തരം നീക്കം കോൺഗ്രസും ബി.ജെ.പിയും നടത്തിയെന്നും എം.പി രാജേഷ് പറഞ്ഞു. 2021 മുഖ്യമന്ത്രിയെ ജയിലിലാക്കാൻ ശ്രമിച്ചിരുന്നു. പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതെ, അതിലും വളരെ വിചിത്രമായ കാര്യം, ഇന്നേ വരെ പ്രധാനമന്ത്രിയുടെ സന്ദേശങ്ങൾ വരുന്നത് ഡേറ്റ ചോർച്ചയായിട്ട് നിങ്ങൾക്ക് പോലും തോന്നിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ സന്ദേശം ഞാൻ കാണിച്ചു തരണം. എനിക്ക് ഇമെയിൽ സ്ഥിരമായിട്ട് വരാറുണ്ട്. എങ്ങനെയാണ് എൻ്റെ ഇമെയിൽ ഐ ഡി കിട്ടിയത്? ഇവിടെ സർക്കാർ വിവരമാണ് അറിയിക്കുന്നത്. എവിടെ ചോർന്നത്, ആർക്ക് ചോർന്നു എന്നായി പറയുന്നത്? സർക്കാർ വിവരം, സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ളത് ജീവനക്കാർക്ക് കൊടുത്താൽ അത് ചോർച്ചയാവുന്നെങ്ങനെ? 5 കൊല്ലം മുമ്പേ ഇതേപോലെ നിങ്ങൾ പൊക്കിക്കൊണ്ടുവന്ന ചോർച്ചയുണ്ട്. ആ ചോർച്ച ഇപ്പം അടഞ്ഞോ? എന്തായി? സ്പ്രിംഗ്ലർ ഓർമ്മയില്ലേ? എത്ര കാലം നിങ്ങൾ ചർച്ച ചെയ്തു, എന്തെല്ലാം പറഞ്ഞു? ആ സ്പ്രിംഗ്ലർ എന്തായി? എന്താ കോടതി വിധി വന്നത്? 1-ാം പേജിൽ മാസങ്ങൾ തലക്കെട്ടായിട്ട് ആഘോഷിച്ചത് കോടതി തള്ളിക്കളഞ്ഞപ്പോൾ എവിടെ ഉണ്ടായിരുന്നു? 14-ാം പേജിൽ ഒറ്റക്കോളത്തിലായിരുന്നു. 14-ാം പേജിൽ ഒറ്റക്കോളത്തിലായിരുന്നു. നിങ്ങളാരെങ്കിലും ചർച്ച ചെയ്തു? പ്രൈം ടൈമിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? സ്പ്രിംഗ്ലറിൽ പ്രതിപക്ഷം ഉന്നയിച്ച കള്ളക്കഥകൾ മുഴുവൻ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു എന്നത് അതുപോലെ പ്രൈം ടൈമിൽ ചർച്ച ചെയ്യേണ്ടതല്ലേ? എന്തേ ചർച്ച ചെയ്യാതിരുന്നത്? എൻ്റെ ചോദ്യം ഇതിനാദ്യം പറയൂ. സ്പ്രിംഗ്ലർ നിങ്ങൾ ഇതേപോലെ ഡേറ്റ ചോർച്ച എന്ന് പറഞ്ഞ് സ്തോഭജനകമായ വാർത്ത കൊടുത്തതാണ്. എന്താ കോടതി പറഞ്ഞത്? ഒന്ന് പറയൂ. അല്ല, ആ വിഷയത്തിൽ നിങ്ങൾ ഓരോ തവണ ഓരോ കള്ളക്കഥ പ്രചരിപ്പിക്കുക. ആ കള്ളക്കഥ പൊളിയുമ്പോൾ തലയിൽ മുണ്ടുവിട്ടിട്ട് പിന്നെ മുങ്ങുക. അത് കഴിഞ്ഞ് അടുത്ത കഥയുമായിട്ട് വരിക. അതിന് മുഴുവൻ സമാധാനം പറയാനിരിക്കുകയല്ലേ നിങ്ങളും ചില കാര്യത്തിന് സമാധാനം പറയണം. സ്പ്രിംഗ്ലറിൽ നിങ്ങളെല്ലാം പ്രചരിപ്പിച്ച് തെറ്റായിരുന്നു എന്നിപ്പോൾ സമ്മതിക്കുമോ എന്നതിന് പറയാം. ആയിരുന്നോ? അല്ലല്ല, ഇത് പറയൂ. സ്പ്രിംഗ്ലറിൽ നിങ്ങൾ പ്രചരിപ്പിച്ചത്, നിങ്ങൾ നടത്തിയ പ്രൈം ടൈം ചർച്ചകൾ മുഴുവൻ തെറ്റായിരുന്നു, വസ്തുതകൾ മനസ്സിലാക്കാതെയായിരുന്നു എന്ന് സമ്മതിക്കുമോ? പറയണ്ടേ? ഉത്തരവാദിത്വമില്ലേ? ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കാം. കേരളത്തിൽ ബിരിയാണി ചെമ്പെന്നും ഈന്തപ്പഴമൊന്നും പിന്നെ കൈതോലപ്പായെന്നും പറഞ്ഞിട്ട് കുറേ വാർത്ത കൊടുത്തു. ഇവിടെ ഒരു പത്രസമ്മേളനം 2 കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ട് നടത്തിയില്ലേ? ഇല്ലേ? സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 7 കോടി വാങ്ങിയെന്ന് ഒരു വരി വാർത്ത, ഒരു 30 സെക്കൻഡ് വാർത്ത വന്നോ? അത് തിരിച്ച് ഏതെങ്കിലും CPM LDF നേതാക്കൾക്കെതിരായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ സ്ഥിതി? കൈതോലപ്പായൊക്കെ എത്ര കാലമാണ് ഇവിടെ ചർച്ച ചെയ്തത്? എന്തായി? ഈ ഇരട്ടത്താപ്പ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.